നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ സങ്കടപ്പെടുത്തുമ്പോഴേ നമ്മൾ വല്ലാണ്ടങ്ങ് പേടിക്കണം. കാര്യം എന്തെന്നാല് നാളെ ഒരു സമയം ആ സങ്കടം നമ്മൾക്ക് തീരാ ദുഃഖമായി ഭവിക്കുന്ന ഒരു ദിവസം വരാനിടയുണ്ട് എന്ന് ഓർമ്മിക്കുക. ഒരു കഥ പറയാം. ഒരു പെൺകുട്ടിയും ഒരു പയ്യനും പ്രണയത്തിലാവുകയും പെൺകുട്ടി ഒരു ദിവസം ഈ പയ്യന്റെ കൂടെ ഇറങ്ങിപ്പോവാൻ തീരുമാനിക്കുകയും ചെയ്യുന്ന നിമിഷം പെൺകുട്ടിയുടെ മാതാപിതാക്കള് വീടിന്റെ ഉമ്മറപ്പടിയിൽ നിന്ന് കണ്ണീരോടുകൂടി ഈ പെൺകുട്ടിയെ നോക്കി നിൽക്കുന്നുണ്ട്. ഒരക്ഷരം ഉരിയാടാതെ, ഒരക്ഷരം മിണ്ടാതെ, വഴക്കിടാതെ ആ മാതാപിതാക്കളെ നോക്കി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പിന്നീട് അങ്ങോട്ട് ആ പയ്യൻ ആ പെൺകുട്ടിയും ഈ മാതാപിതാക്കളുമായി സഹകരിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ദമ്പതികൾക്ക് ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി 10 കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു. എന്നാലോ 10 കൊല്ലം കാത്തിരുന്ന് കിട്ടിയ ആ കുഞ്ഞിനെയും കൊണ്ട് ആ ദമ്പതികളെ ഗുരുവായൂർ അമ്പലനടയിൽ പോയി തൊഴുതിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ആർക്കു വേണ്ടിയാണോ ആ പെൺകുട്ടി ഇറങ്ങിപ്പോയത്, ആ പയ്യനെയും ആ കുഞ്ഞിനെയും 10 വർഷം കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞിനെയും ഒരു വാഹന അപകടത്തിൽ വെച്ച് നഷ്ടമായി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ വേദനിപ്പിക്കുകയാണെങ്കിൽ, അവർ ഒരു അക്ഷരം മിണ്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വല്ലാണ്ട് എന്തോ വരാനിരിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒരു മനുഷ്യനും വരാതിരിക്കട്ടെ.